ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ 2025 LBS MC എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന സ്റ്റുഡൻസിനുള്ള ഇൻസ്ട്രക്ഷൻ ടു ദി കാൻഡിഡേറ്റ്സ്, പിന്നെ അവിടെ OMR ഷീറ്റ് എങ്ങനെ ഫില്ല് ചെയ്യണം, ആൻഡ് ആൻസേഴ്സ് ഒക്കെ എങ്ങനെ മാർക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ഷൻ വീഡിയോ ആണിത്. അപ്പോൾ ആദ്യം തന്നെ ഹോൾ ടിക്കറ്റിൽ കൊടുത്തേക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഒക്കെ നോക്കാം. ഹോൾ ടിക്കറ്റ് എങ്ങനെ ഡൗൺലോഡ് ചെയ്യണം എന്നുള്ള ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുക. ഹോൾ ടിക്കറ്റിൽ പറഞ്ഞേക്കുന്നത് ടോട്ടൽ നമുക്ക് 120 മിനിറ്റ്സ് ആയിരിക്കും. പിന്നെ 120 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും. പിന്നെ OMR വാല്യുവേഷൻ ആണ്. പിന്നെ കാൻഡിഡേറ്റ്സ് നമുക്കിപ്പോൾ എക്സാം 120 മിനിറ്റ്സ് ആണ്. നമ്മൾ എക്സാം കമൻസ്മെൻറ്റ് ടൈമിന് ഹാഫ് ആൻ അവർ മുന്നേ തന്നെ അവിടെ എത്തണം. ഹോൾ ടിക്കറ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട് 9:30 ആണ് റിപ്പോർട്ടിംഗ് ടൈം. എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത് 10 മണിക്കായിരിക്കും. 10 to 12 ആണ് എക്സാം. അപ്പോൾ 9:30 റിപ്പോർട്ട് ചെയ്യണം. 10 to 12 എക്സാം ആയിരിക്കും. 10 മണി കഴിഞ്ഞാൽ ആരെയും അകത്ത് കയറ്റത്തില്ല. പിന്നെ നമ്മൾ എക്സാം ഹാളിൽ പോകുമ്പോൾ ഈ ഹോൾ ടിക്കറ്റ് കൊണ്ടുപോകണം. നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത ഹോൾ ടിക്കറ്റ് പ്രിൻ്റ് എടുത്ത് കൊണ്ടുപോകാം. പ്രിൻറ്റ് കളറും എടുക്കാം, ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം. ബട്ട് അക്കോർഡിംഗ് ടു മീ കളർ പ്രിൻ്റ് ഇസ് പ്രിഫേർഡ്. ബിക്കോസ് നമുക്ക് വെരിഫിക്കേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പോൾ കളർ പ്രിൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ കളർ പ്രിൻ്റ് എടുക്കുക. പിന്നെ റീസെൻറ്റ് ക്ലിയർ ഫോട്ടോഗ്രാഫ് അപ്ലോഡ് ചെയ്യാത്തവർ കയ്യിലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി കൊണ്ടുപോകണം. പിന്നെ പറഞ്ഞിട്ടുള്ളത് ഒരു ഒറിജിനൽ ഐഡൻറ്റിറ്റി പ്രൂഫ് നമ്മൾ കൊണ്ടുപോകണം. അത് ഡ്രൈവിംഗ് ലൈസൻസ് ആയിരിക്കാം, വോട്ടേഴ്സ് ID ആയിരിക്കാം, പാസ്പോർട്ട് ആയിരിക്കാം, പിന്നെ പാൻ കാർഡ്, ആധാർ കാർഡ്, സ്കൂൾ ഓർ കോളേജ് ID കാർഡ്, ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിറ്റി പ്രൂഫിന് എടുക്കാം. ആൻഡ് ഇതിൽ ഒറിജിനൽ വേണം ഏതെങ്കിലും. പിന്നെ ID പ്രൂഫ് ഇല്ലെങ്കിൽ, വിതൗട്ട് വാലിഡ് പ്രൂഫ് ഇല്ലെങ്കിൽ നമ്മൾ എക്സാം എഴുതാൻ സമ്മതിക്കത്തില്ല. പിന്നെ നമുക്ക് എക്സാം ഹാളിലോട്ട് ബുക്സോ പേപ്പേഴ്സോ ഒന്നും കൊണ്ടുപോകാൻ പറ്റില്ല. കാൽക്കുലേറ്റർ അലൗഡ് അല്ല, മൊബൈൽ ഫോൺ അലൗഡ് അല്ല. പിന്നെ വാച്ചസ്, അനലോഗ് വാച്ച്, സ്മാർട്ട് വാച്ച്, ഡിജിറ്റൽ വാച്ച്, ഇതൊന്നും തന്നെ അലൗഡ് അല്ല. അവിടെ നമുക്ക് ഹാഫ് ആൻ അവർ വൺസ് ബെല്ലടിക്കും, അല്ലെങ്കിൽ ഇൻവിജിലേറ്റർ തന്നെ നമുക്ക് സമയം പറഞ്ഞു തരും. സോ വാച്ചസ്, കാൽക്കുലേറ്റേഴ്സ്, മൊബൈൽ ഫോൺസ്, പേപ്പേഴ്സ്, ഇതൊന്നും അലൗഡ് അല്ല. പിന്നെ കോപ്പി അടിക്കാനും പാടില്ല. സോ മാൽ പ്രാക്ടീസ് ഒന്നും ചെയ്യാതിരിക്കുക മാക്സിമം. പിന്നെ നമ്മൾ OMR ഷീറ്റ് ഫില്ല് ചെയ്യണം. OMR ഷീറ്റ് ഫില്ല് ചെയ്യുന്നതിന് അതെങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് പറയാം. 2 പാർട്സാണുള്ളത്. അപ്പോൾ ഇതിൽ ഹോൾ ടിക്കറ്റിൽ എത്ര ഇൻസ്ട്രക്ഷൻസേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ പോകുമ്പോൾ ഇതെല്ലാം കൊണ്ടുപോയാൽ മതി. ഹോൾ ടിക്കറ്റ്, ഒറിജിനൽ ഐഡൻറ്റിറ്റി പ്രൂഫ്, ഫോട്ടോ ക്ലിയർ അല്ലാത്ത സ്റ്റുഡൻസ് ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും കൂടി എടുക്കണം. പിന്നെ പെന്ന് ജെൽ പെന്നൊന്നും അലൗഡ് അല്ല. ജെൽ പെന്ന്, സ്കെച്ച് പെന്നൊന്നും അലൗഡ് അല്ല. നോർമലി നമ്മൾ യൂസ് ചെയ്യുന്ന നോർമൽ പെൻസ് ആണ്. അത് ബ്ലൂ ആൻഡ് ബ്ലാക്ക് കളർ മാത്രമാണ് അലൗഡ്. ഇനി OMR എങ്ങനെ ഫില്ല് ചെയ്യണം അതൊക്കെ നോക്കാം. ഇങ്ങനെയായിരിക്കും നമ്മളുടെ OMR ഷീറ്റ്. ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, നമുക്ക് കളേർഡ് ആയിരിക്കും. ഇതിൽ ബാക്ക് സൈഡിൽ തന്നെ ജനറൽ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടാവും. ദ OMR ഷീറ്റ് ഹാസ് ആൻ ഒറിജിനൽ ഷീറ്റ് ആൻഡ് എ കാൻഡിഡേറ്റ്സ് കോപ്പി ബിലോ ഇറ്റ് ഗ്ലൂഡ് ടുഗെദർ അറ്റ് ദി ടോപ്പ്. നമുക്കിപ്പോൾ OMR ഷീറ്റ് കിട്ടും. OMR ഷീറ്റിൻ്റെ കൂടെ തന്നെ അടിയിൽ കാൻഡിഡേറ്റ് കോപ്പിയും കാണും. ആദ്യം അത് രണ്ടും ഒരുമിച്ചായിരിക്കും. അപ്പോൾ നമ്മൾ ഒറിജിനൽ ഷീറ്റിൽ എന്തെങ്കിലും മാർക്ക് ചെയ്താൽ അതങ്ങനെ കാൻഡിഡേറ്റ്സ് കോപ്പിയിൽ കോപ്പി ആയിക്കോളും. സോ എക്സാം കഴിയുന്നത് വരെ അത് രണ്ടും സെപ്പറേറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ ആൻസർ ഷീറ്റിൽ 2 പാർട്സാണുള്ളത്. ഇതും ഒരു പാർട്ട്, ഇതും ഒരു പാർട്ട്. ഈ ഫസ്റ്റ് പാർട്ടിലാണ് നമ്മൾ ബേസിക് ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുന്നത്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ആൻസേഴ്സ് ഒക്കെ കൊടുക്കും. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് ഫസ്റ്റ് ഉള്ളതാണ് പേപ്പർ 1 or 2 എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ ഫില്ല് ചെയ്യേണ്ട. ബിക്കോസ് LBS MC എൻട്രൻസ് എക്സാമിനേഷനിൽ ഒരു പേപ്പറേ ഉള്ളൂ. സോ ഇത് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. അതങ്ങനെ ലീവ് ചെയ്യാം. പിന്നെ സെക്കൻഡ് വൺ വെർഷനാണ്. വെർഷനിൽ നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു വെർഷൻ കാണും. എല്ലാ ഇയറും 2 വേർഷനാണുള്ളത്, വേർഷൻ A ആൻഡ് വേർഷൻ B. അപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ വേർഷൻ ഏതാണോ ആ ഒരു ബോക്സ് നിങ്ങൾ ഫുള്ള് ഇത് ചെയ്യണം. ഇപ്പോൾ വേർഷൻ A ആണെങ്കിൽ ഇവിടെ A എന്ന് പറഞ്ഞിട്ട് ഒരു ബബിളില്ലേ, ആ ബബിൾ ഫുള്ള് ഇങ്ങനെ കറുപ്പിക്കണം. ഇപ്പോൾ വേർഷൻ B ആണെങ്കിൽ ഈ B ഫുള്ള് നിങ്ങൾക്ക് കറുപ്പിക്കാം. ബട്ട് രണ്ടും ഒരുമിച്ച് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഞാൻ ചെയ്ത് വെച്ചിട്ടില്ലേ, രണ്ടും ഒരുമിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വേർഷൻ ഏതാണോ ആ ഒരു ഇത് മാത്രം നിങ്ങൾ കറുപ്പിച്ചാൽ മതി. ഇനി അത് കഴിഞ്ഞിട്ട് തേർഡ് വൺ ആണ് റോൾ നമ്പർ. റോൾ നമ്പർ നമ്മളുടെ ഹോൾ ടിക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഇവിടെ ഫില്ല് ചെയ്യണം. അത് ഫില്ല് ചെയ്യുമ്പോൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ 1 2 3 എടുക്കുകയാണ്. 1 2 3 4 5 6 7 8 ഇത് ഞാൻ റോൾ നമ്പറായിട്ട് എടുക്കുക. നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുള്ള റോൾ നമ്പർ തന്നെ എടുക്കണം. ഇപ്പോൾ ഇങ്ങനെ ഫില്ല് ചെയ്തില്ലേ, ഇപ്പോൾ ഈ ഫസ്റ്റ് കോളത്തിലുള്ളത് 1 ആണ്. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയ ബബിൾ ഏതാണോ അത് ഫുള്ള് കറുപ്പിക്കണം. ഇതല്ലേ 1, അപ്പോൾ 1 ഫുള്ള് കറുപ്പിക്കണം. പിന്നെ സെക്കൻഡ് വൺ 2 ആണ്. അപ്പോൾ 2 കറസ്പോണ്ടിങ് ഉള്ളത് കറുപ്പിക്കണം. ഇപ്പോൾ തേർഡ് വൺ ഫോർ എക്സാമ്പിൾ 5 ആണെങ്കിൽ തേർഡ് കോളത്തിൽ 5 കറസ്പോണ്ടിങ് ഉള്ള ബബിൾ ഫുള്ളും കറുപ്പിക്കണം. അങ്ങനെ ഓരോ കോളത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ ഏതാണോ ആ ഒരു ബബിൾ ഫുള്ള് മാർക്ക് ചെയ്താൽ മതി. ഇതെൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഇതിൽ തന്നെ
ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് വേർഷനും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റിൻ്റെ വേർഷൻ ബി ആണ്. അപ്പോൾ ഇങ്ങനെ ബി ആണെങ്കിൽ ബി മാർക്ക് ചെയ്യണം, എ ആണെങ്കിൽ എ മാർക്ക് ചെയ്യണം. പിന്നെ ഇതിൽ തന്നെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ. ഇത് അടുത്ത കോളത്തിൽ എഴുതണം. 3rd വൺ റോൾ നമ്പർ, 4th വൺ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പറാണ്. ക്വസ്റ്റ്യൻ ബുക്കിൽ ഏത് നമ്പറാണോ കൊടുത്തേക്കുന്നത് ആ നമ്പർ ഈ ഒരു ബോക്സിൽ എഴുതണം. ഫോർ എക്സാമ്പിൾ 15892. അപ്പോൾ ഇങ്ങനെ എഴുതിയിട്ട് ഓരോ കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾ ഏതാണോ അത് ഫുള്ള് മാർക്ക് ചെയ്താൽ മതി. 15892. ഇങ്ങനെ ഓരോ കോളത്തിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾ ഏതാണ്. 1 ആണെങ്കിൽ ആ കോളത്തിൽ 1 എവിടെയാണുള്ളത് അത് കംപ്ലീറ്റ് ബബിൾ ആണ്. ഇതിപ്പോൾ ഫോണിൽ ചെയ്ത് കാണിക്കുന്നത് കൊണ്ട് എനിക്കിത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ ഇതാണ് ബബിളെങ്കിൽ ഈ ബബിൾ ഫുള്ള് നമ്മൾ ബബിൾ ചെയ്യണം. ഈ ബബിളിൻ്റെ പുറത്ത് മാർക്ക് പോകാൻ പാടില്ല, അതേപോലെ പാർഷ്യലി മാർക്ക് ചെയ്യാനും പാടില്ല, കംപ്ലീറ്റ് നമ്മൾ ചെയ്യണം. പിന്നെ അത് കഴിഞ്ഞിട്ടുള്ളതാണ് നെയിം ഓഫ് ദി എക്സാമിനേഷൻ. നെയിം ഓഫ് ദി എക്സാമിനേഷൻ LBS MCA എൻട്രൻസ് അങ്ങനെ എഴുതാം, അല്ലെങ്കിൽ ഇൻസ്ട്രക്ടർ പറയും ഏത് പേരാണ് എഴുതേണ്ടതെന്ന്. പിന്നെ ഡേറ്റ് ഓഫ് ദി എക്സാമിനേഷൻ, ഡേറ്റ് 29th ജൂൺ ആണ്. അപ്പോൾ 21/6/2025 എഴുതാം. പിന്നെ അത് കഴിഞ്ഞിട്ട് റോൾ നമ്പർ, ഈ ഒരു ബോക്സിൽ നിങ്ങളുടെ റോൾ നമ്പർ എഴുതണം. ഇതിൽ റോൾ നമ്പർ എഴുതണം. പിന്നെ 8th വൺ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, അതിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ എഴുതാം. പിന്നെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്, നിങ്ങളുടെ പേരെന്താണോ അത് ഇവിടെ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഇവിടെ നിങ്ങളുടെ സൈൻ ഇടണം. അതിൻ്റെ താഴെ ഇൻവിജിലേറ്ററിൻ്റെ സൈന് സാർ ഓർ മാം അവർ വന്ന് ഇട്ടോളൂ. അപ്പോൾ ഇതാണ് ബേസിക് ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യേണ്ടത്. ആദ്യം പേപ്പർ, 2nd വൺ വേർഷൻ, പിന്നെ റോൾ നമ്പർ, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, നെയിം ഓഫ് ദി എക്സാം, ഡേറ്റ് ഓഫ് എക്സാം, റോൾ നമ്പർ, ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് നമ്പർ, നെയിം, സൈന്. ഇത്രേ ഉള്ളൂ. ഇനി സെക്കൻഡ് സൈഡിലാണ് നമുക്ക് ആൻസേഴ്സ് മാർക്ക് ചെയ്യാനുള്ളത്. ഇതിൽ 1 to 120 വരെയുള്ള നമ്പേഴ്സും അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾസും കാണും. നമ്മളുടെ എക്സാമിൽ ഒരു ക്വസ്റ്റ്യന് 4 ഓപ്ഷൻസാണുള്ളത്, ABCD. ഇപ്പോൾ ഏതാണോ കറക്റ്റ് ആൻസർ ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾ തന്നെ മാർക്ക് ചെയ്യണം. ഇപ്പോൾ A ആണെങ്കിൽ Aന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾ മാത്രം ഇങ്ങനെ ഫുള്ള് ബ്ലാക്ക് മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ തന്നെ മൾട്ടിപ്പിൾ ബബിൾസ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആൻസർ ഇൻവാലിഡേറ്റ് ആകും. പിന്നെ പാർഷ്യലി മാർക്ക് ചെയ്യാൻ പാടില്ല. പാർഷ്യലി മീൻസ് ഇങ്ങനെ 2 ടിക്ക്, പിന്നെ ഹാഫ് ബബിൾ മാത്രം മാർക്ക് ചെയ്യുന്നത്, ഇങ്ങനെ ഒന്നും പാടില്ല. ഒരു ക്വസ്റ്റ്യന് ഒരു ബബിൾ മാത്രം മാർക്ക് ചെയ്യുക, ആൻഡ് അത് കംപ്ലീറ്റ്ലി ബബിൾ ചെയ്തിരിക്കണം. പിന്നെ നെഗറ്റീവ് മാർക്കൊന്നുമില്ല. സോ 1 to 120 വരെയുള്ള എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യനും ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യേണ്ട. ഓക്കെ, ഇനി ഈ 120 ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇറങ്ങാൻ പറ്റത്തില്ല. ഈ 120 മിനിറ്റ്സ് കഴിഞ്ഞാൽ മാത്രമേ ഇറങ്ങാൻ പറ്റത്തുള്ളൂ. ആ ഒരു ടൈമിൽ നിങ്ങൾ ടൈം കഴിഞ്ഞിട്ട് ഇറങ്ങാൻ പോകുന്ന സമയത്ത് ആദ്യം ഈ ഒറിജിനൽ കോപ്പിയും വേറെ ഉള്ള കാൻഡിഡേറ്റ് കോപ്പിയും ആദ്യം സെപ്പറേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഈ ഒരു ബാർകോഡ് തന്നിട്ടില്ലേ, ബാർകോഡിൻ്റെ അവിടെ തന്നെ നിങ്ങൾക്ക് കട്ട് ചെയ്യുന്ന പോലെ ഒരു ഓപ്ഷനും കൂടി കാണും ഇങ്ങനെ. അപ്പോൾ അത് ഫോൾഡ് ചെയ്തിട്ട് ഈ ഇത് സെപ്പറേറ്റും ഈ ഇത് സെപ്പറേറ്റ് ആക്കണം. എന്നിട്ട് രണ്ടിനെയും ഇൻവിജിലേറ്ററിനോട് കൊടുക്കണം. അത്രേ ഉള്ളൂ, എക്സാം ഓവർ. അപ്പോൾ ആദ്യം എക്സാം കഴിഞ്ഞിട്ട് കാൻഡിഡേറ്റ് കോപ്പിയും ഒറിജിനൽ കോപ്പിയും സെപ്പറേറ്റ് ചെയ്യുക. അത് എക്സാം കഴിഞ്ഞ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഒറിജിനൽ ഷീറ്റ് തന്നെ 2 ആയിട്ടാണ് ഉള്ളത്. അതിനെ ജസ്റ്റ് ഇങ്ങനെ ഫോൾഡ് ചെയ്താൽ മതി. ഫോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് അതിനെ ടിയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ടിയർ ചെയ്തിട്ട് ഒരു പാർട്ട് ഇൻവിജിലേറ്ററിനും രണ്ട് പാർട്ടും ഇൻവിജിലേറ്ററിന് കൊടുക്കാം. കാൻഡിഡേറ്റ് കോപ്പി നമുക്ക് എടുക്കാം. പിന്നെ ഹോൾ ടിക്കറ്റും അതേപോലെയാണ്. ഹോൾ ടിക്കറ്റിലും 2 പാർട്ടായിട്ടാണ് ഉള്ളത്. ഫസ്റ്റ് പേജിൽ തന്നെ മേളിലൊരു പാട്ടും താഴെ ഒരു പാട്ടും. അതിൽ ഒരു പാട്ട് നമ്മൾ ടിയർ ചെയ്തിട്ട് ഇൻവിജിലേറ്ററിനോട് കൊടുക്കണം, ഒരു പാട്ട് നമുക്ക് വെക്കാനുള്ളതാണ്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം. ആൻഡ് ഇതേപോലെ കൂടുതൽ വീഡിയോസിന് പീക്ക് ടൈം ലേണേഴ്സിനെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്